കനകോലുവിന് കോൺഗ്രസിൽ അംഗത്വമൊക്കെ കൊടുത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആളാക്കി നിർത്തിയിട്ടാണ് ഇപ്പോൾ സർവേകളും ഇലക്ഷൻ ജയിക്കുമോ തോൽക്കുമോ എന്ന അവലോകനമൊക്കെ നടക്കുന്നത്. അപ്പൊ കനകോലു ഈ കേരളം മുഴുവൻ ഇങ്ങനെ നടന്ന് പഠിച്ചു. കനകോലുവിന്റെ ടീമും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് കോൺഗ്രസിന് കൊടുത്തു. അതില് എടുത്ത ചില നേതാക്കളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് എം ഹസൻ, ഒന്ന് VS ശിവകുമാർ, അതുപോലെ രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് മാത്രമല്ല, പന്തളം സുധാകരൻ, പിന്നെ ഉള്ളത് ബിന്ദു കൃഷ്ണ, ഡൊമിനിക് പ്രസന്റേഷൻ, PK ജയലക്ഷ്മി, വിജയ് ഇന്ദുചൂടൻ, PM അനുജാൽ, ഈ തുടങ്ങിയ ആളുകൾ. ഞാൻ ലിസ്റ്റ് നോക്കിയതാണ്, അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോയത്. അങ്ങനെ ഈ പറയുന്ന ആളുകൾ ഞാൻ ഒരിക്കൽ കൂടി വിശദമായി വായിച്ചു തരാം. കനകോലുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് എം ഹസൻ, VS ശിവകുമാർ, പന്തളം സുധാകരൻ, രമ്യ ഹരിദാസ്, ബിന്ദു കൃഷ്ണ, അതുപോലെ ഡൊമിനിക് പ്രസ്റ്റേഷൻ, PK ജയലക്ഷ്മി. ഈ പേരുകാരെയൊക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അറിയാവുന്നവർക്ക് ഒരു 2 പതിറ്റാണ്ടോ അല്ലെങ്കിൽ 3 പതിറ്റാണ്ടോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈ പറയുന്ന പേരുകാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെട്ടിത്തിളങ്ങി നിന്ന വ്യക്തിത്വങ്ങളാണ്. PK ജയലക്ഷ്മി ഏക മന്ത്രിയായ കാര്യമൊക്കെ അറിയാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ച മന്ത്രിയായ വ്യക്തിയാണ് PK ജയലക്ഷ്മിയൊക്കെ. ഇങ്ങനെയുള്ള ആളുകളെ, ഇത്രയും വ്യക്തികളെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആക്കരുത് എന്നാണ് കനകോലുവിന്റെ ആവശ്യം, കനകോലുവിന്റെ റിപ്പോർട്ട്. ഇനിയുമുണ്ട് കുറെ ആളുകൾ, VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ലിസ്റ്റ്. മുല്ലക്കരയുണ്ട്, അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ തുടങ്ങി കുറെ അധികം വലിയ നേതാക്കളുടെ പേരൊക്കെ ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അതായത് ഇവരെ ആരെയും മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് കനകോലു പറയുന്നത്. ഇങ്ങനെ ഇവരെ ആരുടെയും പേരില്ലാതെ കോൺഗ്രസിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുമോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇങ്ങനെ ഒരു ലിസ്റ്റ്, ഇവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ തന്നെ VS ശിവകുമാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിജിലൻസ് തനിക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസിൽ തനിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചു, അതുകൊണ്ട് താൻ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ്, എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്നാണ് VS ശിവകുമാർ ആഗ്രഹിക്കുന്നത്. അതുപോലെ എം ഹസൻ തന്നെ അദ്ദേഹത്തിന്റെയും സ്ഥാനാർത്ഥി മോഹം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരുന്നു. അതുപോലെ പല ആളുകളും, പല നേതാക്കളും ഇതിനോടകം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചുമതലയുള്ള VD സതീശനെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട്, സണ്ണി ജോസഫിനെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട്, ഹൈക്കമാൻഡിൽ പിടിക്കേണ്ടവർ ഹൈക്കമാൻഡിലും പിടിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തരത്തിലാണ് കനകോലുവിന്റെ റിപ്പോർട്ട്. കനകോലുവിനെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ വെറുത്തു പോകുന്നത് ഇതുകൊണ്ടാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില സ്ഥാനാർത്ഥികളെ, ചില വ്യക്തികളെ ഇന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആക്കണം. കനകോലുവിന്റെ റിപ്പോർട്ടിൻ പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ പാലക്കാട്, തൃശ്ശൂര്, ആലപ്പുഴ, തിരുവനന്തപുരം, ഈ 4 ജില്ലകളിൽ, അതിന് പുറമെ അതിനടുത്തുള്ള അനുബന്ധ ജില്ല, ഇപ്പൊ ഈവൻ കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലും ഈ കോൺഗ്രസിന് അത്ര ബലമില്ല. കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളോ കോൺഗ്രസിന്റെ ഇലക്ഷൻ രീതി നോക്കിയാൽ തന്നെ, സ്റ്റാറ്റിസ്റ്റിക്സ് അവലോകനം ചെയ്താൽ തന്നെ കോൺഗ്രസിന് ജയിച്ചു വരിക, പഴയതുപോലെയൊക്കെ ജയിച്ചു വരിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കി ആ ജില്ലകളെ ഒപ്പം നിർത്തണം എന്നാണ് കനകോലുവിന്റെ റിപ്പോർട്ട് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാടാണ് കോൺഗ്രസ് ഒരുപാട് സാധ്യതയായി കാണുന്നത്. പാലക്കാട് ചില ആളുകളെ, CPM നിന്ന് അടർത്തിയെടുത്ത ആളുകളെ മത്സരിപ്പിക്കാൻ, പ്രത്യേകിച്ച് മലമ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ PK ശശിയെയോ സുരേഷ് കുമാറിനെയോ ഒക്കെ മത്സരിപ്പിക്കാനുള്ള നീക്കുപോക്കൊക്കെ നടക്കുന്നുണ്ട്. അവരെത്ര കണ്ട് ഇതിനകത്ത് വന്ന് ചാടും, കോൺഗ്രസിനകത്ത് വന്ന് ചാടുമെന്നൊക്കെ ഇനി നമുക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ചില സ്ഥാനാർത്ഥികളെ ഇവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് രമ്യ ഹരിദാസ് ആണ്. കനകോലു പറയുന്നു രമ്യ ഹരിദാസിന് സീറ്റ് കൊടുക്കരുതേ എന്ന്. കോൺഗ്രസിന്റെ നേതൃത്വം രമ്യ ഹരിദാസിനെ 2 സ്ഥലങ്ങളിലാണ് പരിഗണിക്കുന്നത്. ഒന്ന് ചിറയൻകീഴും, മറ്റൊന്ന് ബാലുശ്ശേരിയിലുമാണ്. ചിറയൻകീഴിലെ സാധാരണ വോട്ടർമാരൊക്കെ പറഞ്ഞു, അയ്യോ ഈ മരണത്തെ ഇങ്ങോട്ട് കൊണ്ടുവരരുതേ എന്നൊക്കെ ചില അങ്ങും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്നുണ്ട്. അപ്പൊ ബാലുശ്ശേരിയിലോ ചിറയൻകീഴിലോ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണലൂരിൽ TN പ്രതാപൻ, തൃത്താലയിൽ VT ബൽറാം, അതുപോലെ അമ്പലപ്പുഴയിൽ M ലിജു, അതുപോലെ OJ ജനീഷ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്,
അദ്ദേഹത്തെ കൊടുങ്ങല്ലൂര്, അതുപോലെ കെ ജയന്ത് അദ്ദേഹത്തെ കോഴിക്കോട് നോർത്ത് മത്സരിപ്പിക്കും. അതുപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റായ കെ പ്രവീൺ കുമാർ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യർ, അതുപോലെ കെ മുജീബ്, അങ്ങനെ തുടങ്ങി കുറെ ആളുകളെ കോൺഗ്രസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ഇന്ന സീറ്റുകളിൽ നിർത്തണമെന്ന്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കനകോലുവിന്റെ റിപ്പോർട്ട്. കനകോലു പറയുന്നത് ഈ വിജയ സാധ്യത ഇല്ലാത്ത ആളുകളെ ഒരിക്കലും നിർത്തരുത്. ഡൊമിനിക് പ്രസന്റേഷനൊക്കെ നിന്നാൽ 8 നിലയിൽ പൊട്ടിപ്പോകും. അതുമാത്രമല്ല, ആ റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നത്, കനകോലുവിന്റെ റിപ്പോർട്ടിൽ പോലും പറയുന്നത്, CPM-ന് അല്ലാതെ ഇടതു മുന്നണിയുടെ സിറ്റിംഗ് MLA-മാരെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അവർക്ക് ജനസമ്മതി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇരവിപുരം MLA ശ്രീ M നൌഷാദിന്റെ അഭിമുഖം എടുത്തിരുന്നു, ഇന്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 1ാം തവണ മത്സരിച്ചു, അതിന് ശേഷം 2ാമതും അദ്ദേഹത്തിന് മത്സരിക്കുവാനുള്ള അവസരം CPM കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം 2ാം തവണ മത്സരിച്ച് ജയിക്കുമ്പോൾ 5% വോട്ടുകൾ കൂടുതൽ നേടിയാണ് ജയിക്കുന്നത്. ഇരവിപുരം MLA-യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരുപക്ഷെ അല്ല, ഉറപ്പാണ്, അദ്ദേഹം തന്നെ 3ാം തവണയും ഇരവിപുരത്തിൽ ജനവിധി തേടാനുള്ള സാധ്യത വളരെ 100% ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ്. ഇതുപോലെ ഓരോ MLA-മാർ, MP രാജേഷ്, P രാജീവ്, അതുപോലെ P മുഹമ്മദ് റിയാസ്, ഇങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും തന്നെ വീണ്ടും മത്സരിക്കും, അതേ സീറ്റുകളിൽ തന്നെ മത്സരിക്കാനും വിജയിക്കുവാനുള്ള സാധ്യതയും കനകോലു തന്നെ പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും സിറ്റിംഗ് MLA-മാരെ ബീറ്റ് ചെയ്യണമെങ്കിൽ കനകോലു നൽകുന്ന ശുപാർശ ഈ പറയുന്ന മുഖങ്ങളെ ഒന്നും ആ ഏരിയയിലേക്കേ അടുപ്പിക്കരുത്. സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് അടുപ്പിക്കരുത്. അടുപ്പിച്ചാൽ നാണം കെട്ട തോൽവിയാകും കോൺഗ്രസിന് ഉണ്ടാവുക എന്നാണ് കനകോലുവിന്റെ സർവേ.